മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കൾ, ഇന്നേ ദിവസം യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 12-ാം അധ്യായം 27-ാമത്തെ വാക്യം. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 12 വേഴ്സ് 27. ഇപ്പോൾ എന്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു, ഞാൻ എന്തു പറയേണ്ടു? പിതാവേ, ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അല്ല, ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞങ്ങളുടെ നാട്ടിലെ അൽഫോൻസ തീർത്ഥാടനം നടന്ന് പൂർത്തിയാക്കുന്ന വ്യക്തികളുണ്ട്. ഒരു ടീം ചങ്ങനാശ്ശേരിയിൽ നിന്നും അതിരാവിലെ പുറപ്പെട്ട് പൂർണ്ണമായും നടന്ന് കുടമാളൂര് വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജന്മഗൃഹത്തിൽ എത്തിച്ചേരും. അവിടെ വിശുദ്ധ കുർബാന അർപ്പിച്ച് തമ്പുരാന് നന്ദി പറയുന്ന ആ ടീമിൽ ഒന്നു ചേരുവാനായിട്ട് പലപ്പോഴും പലരും പുതുതായിട്ട് കടന്നു വരാറുണ്ട്. എങ്കിലും ചിലരെങ്കിലും പാതി വഴിയാകുമ്പോൾ മടുത്തു, സാരയിൽ ഇത്രയൊക്കെ നടന്നല്ലോ, കാല് കഴിക്കുന്നു, ഇനി ബസ്സിൽ പോകാൻ ബാക്കി യാത്ര എന്നൊക്കെ കരുതി ഇത് ഉപേക്ഷിക്കുന്നവരുമുണ്ട്. എന്നാലത് പൂർത്തിയാക്കി, തീർത്ഥാടനം പൂർത്തിയാക്കി കർത്താവിന്റെ തിരുമുമ്പാകെ നിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു വലിയ നിറവ്, ആ ഒരു സംതൃപ്തി, പ്രയാസങ്ങളിലൂടെ ആണെങ്കിൽ പോലും അത് ജീവിതത്തിലെ ഒരു വലിയ ധന്യ മുഹൂർത്തം. ഞാനിതിപ്പോൾ ഓർക്കുവാൻ കാരണം, ദൈവം നമുക്കായി കരുതിയ ഒരു ജീവിതാന്തസ്, അതൊരുപക്ഷെ ഒരു വൈദികനായിട്ടാവാം, ഒരു റെവറൻഡ് സിസ്റ്ററായിട്ടായിരിക്കാം, കുടുംബജീവിതമായിരിക്കാം. ആ ജീവിതം നമുക്ക് ഏറ്റവും പറ്റിയ ജീവിതമാണ്. ഇന്ന് പലപ്പോഴും ചില നിസ്സാര സംഭവങ്ങൾ, മടുപ്പുള്ള അനുഭവങ്ങൾ വരുമ്പോൾ അത് വിട്ടിട്ട് പോകുന്ന വ്യക്തികളുണ്ട്. എനിക്കൊന്നും കഴിയല, എനിക്ക് എന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കണം. അങ്ങനെയുള്ള പോക്ക് അപകടമാണ്, അത് ദൈവഹിതത്തിന് വിരുദ്ധമാണെന്ന് മനസ്സിലാക്കാൻ, ആ ഒളിവിൽ വിശ്വസ്തയോടെ നിൽക്കുവാൻ നമുക്ക് ദൈവം കൃപ തരട്ടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിലുള്ള സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥവും നമ്മെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.